എല്ലാവരും ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നവരാണ്. എല്ലാവരും വിജയിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നവരുമാണ്. പക്ഷേ എല്ലാവരും വിജയിക്കുന്നില്ല. ഒരു കാര്യം ചെയ്ത് കൃത്യമായി വിജയിക്കാനായിട്ട് എത്തുന്ന ആ നിമിഷം നമ്മൾ വീണ്ടും പരാജയത്തിലേക്ക് വരുന്നു. പണ്ടുണ്ടായിരുന്നതിനേക്കാളും വലിയൊരു പരാജയത്തിലേക്ക് വരുന്നു. എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ സ്പിരിച്വലായിട്ട് അതിനെ കാണണം. നമ്മൾക്ക് എഗെയിൻസ്റ്റ് നിൽക്കുന്ന നെഗറ്റീവ് എനർജി നമ്മളുടെ പ്രവർത്തനങ്ങളെ തുടർച്ചയായിട്ട് തടസ്സങ്ങൾ ഉണ്ടാക്കുന്നത് കൊണ്ടാണ്. അത് ചിലപ്പോൾ മാനുഷികമായിട്ട് ആൾക്കാർ ചെയ്തു വെക്കുന്ന കർമ്മങ്ങൾ കൊണ്ടാവാം, അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു വെച്ച കർമ്മദോഷങ്ങൾ കൊണ്ടാവാം. പലതരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ഇൻഫ്ലുവൻസ് കൊണ്ട് നമ്മളുടെ കർമ്മത്തിൻ്റെ ഫലം കറക്റ്റായിട്ട് കിട്ടാത്തൊരവസ്ഥ വരും. ഇങ്ങനെ വരുമ്പോൾ അത് വിഷ്ണുമായ സ്വാമിയുടെ അടുത്തും ചാത്തന്മാരുടെ അടുത്തും വന്ന് അങ്ങനെയുള്ള ശത്രുബാധകളെയും അങ്ങനെയുള്ള തടസ്സങ്ങളെയും താൽക്കാലികമായിട്ടെങ്കിലും ബന്ധിപ്പിച്ചു വെച്ചുകൊണ്ടായിരിക്കണം നമ്മൾ പ്രവർത്തനം ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്താൽ മാത്രമാണ് നമ്മൾ ആഗ്രഹിച്ച കാര്യം ആഗ്രഹിച്ച സമയത്തിനുള്ളിൽ നടക്കുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് തുടർച്ചയായ വിജയങ്ങൾ ഉണ്ടാവുക. അങ്ങനെ നമ്മൾ സേഫ് ആവുകയും ചെയ്യും. എല്ലാവരും വിജയിക്കട്ടെ.